തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമ്മായിയുടെ മകനാണ് അബൂ സലമ റളിയല്ലാഹു അൻഹു. അവിടുന്ന് വിവാഹം കഴിച്ചത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെയാണ്. അവരുടെ യഥാർത്ഥ പേര് ഹിന്ദ് എന്നാണ്. അബൂ ഉമയ്യയുടെ മകളായിരുന്നു. ഈ അബൂ സലമ ഉമ്മു സലമ ദമ്പതികളിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ 4 മക്കൾ പിറന്നു. സലമ എന്ന് പറയുന്ന മകൻ, ഉമർ എന്ന് പറയുന്ന മകൻ, അതുപോലെ തന്നെ ദുർറത്ത്, ബർറത്ത് എന്ന് പറയുന്ന 2 പുത്രിമാർ. അങ്ങനെ 2 പുത്രന്മാരും 2 പുത്രിമാരും മൊത്തത്തിൽ 4 സന്താനങ്ങളായിരുന്നു ആ ദമ്പതികൾക്ക് ഉണ്ടായിരുന്നത്. മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു ബദറിലും പിന്നീട് ഉഹദ് യുദ്ധത്തിലുമൊക്കെ പങ്കെടുത്ത് ഉഹദിൻ്റെ പോർക്കളത്തിൽ നിന്ന് പരിക്കുകളേറ്റ് ഉഹദിന് ശേഷം നടന്ന ഒരു സരീയത്തിലും പങ്കെടുത്ത് തിരിച്ചു മടങ്ങി വരുമ്പോഴാണ് ഉഹദിൽ ഏറ്റ പരിക്കുകൾ വ്രണമായി മാറി അസുഖബാധിതനായി വഫാത്താകുന്നു. അങ്ങനെ ഭർത്താവ് വിട പറഞ്ഞ് വിധവയായി മാറി ജീവിത വഴിയിൽ ഒറ്റപ്പെട്ടു പോയ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ജീവിത സഖിയായി സ്വീകരിക്കുകയാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ അവസാനം വഫാത്തായ മഹദിയാണ് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ എന്ന് ചരിത്രം പറയുന്നു. ഹിജ്റ 60-കൾക്ക് ശേഷം ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബല യുദ്ധത്തിൽ ഷഹീദായതിനൊക്കെ ശേഷമാണ് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ വിയോഗം വരിക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം പാണ്ഡിത്യത്തിലും ബുദ്ധിയിലുമൊക്കെ മികച്ചു നിൽക്കുകയും വൈജ്ഞാനിക കൈമാറ്റത്തിൽ പങ്കാളിയാവുകയും ചെയ്ത മഹദിയാണ് ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ.